മലപ്പുറത്തെ ഫുട്ബോൾ മൈതാനങ്ങൾ ഇനി ചൂടേറിയ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് വേദിയാകുന്നു. പച്ചയായ രാഷ്ട്രീയത്തിനും ഫുട്ബോളിനും ഇവിടെ വീര്യം ഇത്തിരി കൂടുതലാണ്. കിഴിശ്ശേരി KDS മൈതാനത്തെ ഫുട്ബോൾ മേളയും തെരഞ്ഞെടുപ്പ് ആവേശവും കാണാൻ നമുക്കിനി. ഈ ആവേശക്കാഴ്ചയോടെ ഇന്നത്തെ പ്രൈം ടൈം വിത്ത് SKN പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഫുട്ബോളിനും രാഷ്ട്രീയത്തിനും ഒരുപോലെ ആവേശമുള്ള മണ്ണാണ് മലപ്പുറം. ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് മൈതാനത്തും തെരഞ്ഞെടുപ്പിന്റെ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് നേരിട്ട് പോയി ആ ആവേശം ആസ്വദിക്കാം. കിഴിശ്ശേരി ഫൈവ്സ് ഫുട്ബോൾ വേൾഡ് കപ്പ് 10ാം സീസൺ പോരാട്ട മണ്ണിൽ കാൽപന്തുകളിയുടെ സുന്ദരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഫൈവ്സ് ഫുട്ബോൾ വേൾഡ് കപ്പ് പോരാട്ടത്തിന്റെ മത്സരക്കളത്തിൽ ഇന്ന് ആവേശം അലകടലാകും. ആവേശം കത്തിപ്പിടിക്കും. പോരാട്ടത്തിന്റെ മൈതാനം ഒരുങ്ങുന്നു. എല്ലാവർക്കും രാഷ്ട്രീയപരമായിട്ടുള്ള സ്പിരിറ്റുകൾ ഉണ്ടാവാം. അവരെല്ലാവരും പകൽ സമയങ്ങളിൽ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി അതിൻ്റെ പ്രചാരണങ്ങൾ നടത്തുമ്പോഴും രാത്രിയായി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിലേക്കുള്ളൊരു എൻട്രി എത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ആ രാഷ്ട്രീയം രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഫുട്ബോളിനെ ഒന്നിച്ചിരുന്ന് ആ രാഷ്ട്രീയപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കളി കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. കളിൻ്റെ ആവേശം. മലപ്പുറം എന്ന് പറഞ്ഞാൽ കളി തന്നെയല്ലേ. മലപ്പുറം എന്ന് പറയുന്നത് കളിയല്ലേ. അത് കഴിഞ്ഞിട്ടുള്ളൂ. എന്ത് ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കളി കഴിഞ്ഞിട്ട് പോകാം. മെസ്സി വരണം നിർബന്ധമില്ല, പക്ഷേ നല്ല സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ വരണം, മലപ്പുറത്ത് വരണം. മലപ്പുറത്ത് ഇതിനെക്കാട്ടി നല്ലൊരു സ്റ്റേഡിയങ്ങളൊക്കെ മലപ്പുറം ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വരുന്നൊരു ഭരണം വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരുപാട് ഇപ്പോൾ കളി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് നല്ല പ്ലേയേഴ്സുകളൊക്കെ ഉണ്ട്. ഈ അർജന്റീന എന്നൊക്കെ ഇങ്ങോട്ടൊക്കെ മെസ്സിനെ കൊണ്ടുവരാനല്ലേ ഇവിടുന്ന് ഒരുപാട് മെസ്സിമാർ അങ്ങോട്ട് കയറ്റാൻ നോക്കണം. അതാണ് വേണ്ടി. അതുമാതിരി അതിനാണ് ഇങ്ങനെ പോലെ KDSകളൊക്കെ ഒരുപാട് ഇവിടെ പ്രവർത്തിക്കണൊക്കെ. എന്നെന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, അവർക്ക് വേണ്ട നല്ല ട്രെയിനിങ്, അവർക്ക് പ്ലേയേഴ്സിന് വേണ്ടി എല്ലാ ഊർജ്ജം കാര്യങ്ങളൊക്കെ കൊടുക്കുക, നല്ല ട്രെയിനിങ് കൊടുത്ത് വളർത്തിയിട്ട് ഇതേപോലെ ഇതിപ്പോൾ ചെറിയൊരു നാടാണ്, പക്ഷേ ഇത്രയും ജനങ്ങളൊക്കെ ഇവിടെ കൂടാനുള്ള കാരണം എന്താ പറയുക, ഇവിടെ ഫുട്ബോൾ പ്രേമം കൊണ്ടാണ്. ഫുട്ബോൾ മൈതാനത്ത് റെഡ് കാർഡ് നൽകുന്നത് റഫറിയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളാണ്. കാത്തിരുന്ന് കാണാം ആര് വാഴും ആര് വീഴും. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.